നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ ട്രോഫിലെസ് സീസൺ ആകും. റയൽ മാഡ്രിഡിന് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. അല്ലെങ്കിൽ പിന്നെ ലാലിഗയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. നിലവിൽ 9 പോയിൻ്റ് പുറകിലാണ് ബാഴ്സയേക്കാൾ. ലാലിഗ കിട്ടുമോയെന്ന് ഉറപ്പില്ല. സൂപ്പർ കോപ്പ ഡി എസ്പാന കൈവിട്ടു. കോപ്പ ഡെൽ റേ പൊട്ടി പുറത്തായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. അപ്പോൾ കോച്ച് അൽവാരോ അർബിലോവ ഇനി അടുത്ത സീസണിൽ തുടരാനുള്ള സാധ്യത തീരെ കുറവാണ്. അദ്ദേഹത്തെ വെച്ചത് ഇൻട്രീം കോച്ചായിട്ടാണോ പെർമനൻ്റ് കോച്ചായിട്ടാണോ എന്നുള്ള വിശദീകരണമൊന്നും റയൽ മാഡ്രിഡ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലഭ്യമാകുന്ന വിവരപ്രകാരം അദ്ദേഹം ഇനി അവിടെ തുടരാൻ സാധ്യതയില്ല. പക്ഷേ ഈ സീസൺ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം റയലിൻ്റെ അടുത്ത കോച്ച് ആരായിരിക്കും? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. റയൽ മാഡ്രിഡ് പരിഗണിക്കുന്ന 3 കോച്ചുമാരെന്നല്ല, ശരിക്കും പറഞ്ഞാൽ 4 കോച്ചുമാരുണ്ട്. അതിലൊരാളെ കിട്ടില്ല എന്ന കാര്യം ഉറപ്പായതുകൊണ്ട് 3 കോച്ചുമാർ. അവരെ എങ്ങനെ ഫ്ലോറന്റിനോ പെരസ് വിലയിരുത്തുന്നു, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മരിയോ കോർട്ടെഗാന പുറത്തുവിട്ടിട്ടുണ്ട്. ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മരിയോ കോർട്ടെഗാനയുടെ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം, തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് പരിഗണിക്കുന്ന കോച്ചുമാരിൽ ഒന്ന് യർഗൻ ക്ലോപ്പാണ്. ഹൈലി റിഗാർഡഡ് ആണ്. അദ്ദേഹത്തെ ഒരു നല്ല രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അദ്ദേഹവുമായിട്ടൊരു കോൺടാക്റ്റും നടത്തിയിട്ടില്ല. അത് യർഗൻ ക്ലോപ്പ് തന്നെ പറയുന്നുണ്ട്, ഞാനുമായിട്ട് പ്രത്യേകിച്ചൊരു കോൺടാക്റ്റും റയൽ മാഡ്രിഡ് നടത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ഒരു സാധ്യത. ബട്ട് ഇപ്പോഴും നീക്കങ്ങൾ നടന്നിട്ടില്ല. പിന്നെ ഫ്ലോറന്റിനോ പെരസിന് വലിയ രൂപത്തിൽ താല്പര്യമുണ്ട്. ഹൈലി അപ്രീസിയേറ്റ് ചെയ്യുന്ന കോച്ചാണ് സിനദിൻ സിദാൻ. പക്ഷേ സിദാനെ ഇനിയിപ്പോൾ റയൽ മാഡ്രിഡിന് കിട്ടാൻ സാധ്യതയില്ല. അദ്ദേഹം ഫ്രാൻസിൻ്റെ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് വേൾഡ് കപ്പിന് ശേഷം ചുമതല ഏൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സോ രണ്ടാമത്തെ ഓപ്ഷൻ അവരിപ്പോൾ ഇനി പരിഗണിക്കുന്നില്ല, സാധ്യതയില്ലാത്തതുകൊണ്ട്. എന്നാൽ അവിടെ ഫ്രാൻസിൻ്റെ കോച്ചായ ദിദിയ ദശാം അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ റയലിൻ്റെ കോച്ചാക്കുക എന്നുള്ളൊരു പോസിബിലിറ്റിയാണ്. അദ്ദേഹം ഒരു പോസിബിൾ കാൻഡിഡേറ്റ് ആണെന്ന് മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഫ്രഞ്ച് മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റയൽ മാഡ്രിഡ് ദിദിയ ദശാമിനെ സ്വന്തമാക്കിയേക്കുമെന്നുള്ളത്. ഇനി മൗറിസിയോ പോച്ചറ്റീനോക്ക് ഏറെ താല്പര്യമുള്ള മറ്റൊരു കോച്ചുണ്ട്. അദ്ദേഹം ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് സ്ട്രോങ് കാൻഡിഡേറ്റാണ്. നിലവിൽ അദ്ദേഹം ഒരു ദേശീയ ടീമിൻ്റെ കോച്ചാണ്. വേൾഡ് കപ്പിൻ്റെ ടീമിനെ ഒരുക്കുകയാണ്. മറ്റാരുമല്ല, മൗറിസിയോ പോച്ചറ്റീനോ. അർജൻറ്റീനക്കാരനായിട്ടുള്ള കോച്ച് മൗറിസിയോ പോച്ചറ്റീനോയെ നല്ല രൂപത്തിൽ ഫ്ലോറന്റിനോ പെരസ് പരിഗണിക്കുന്നുണ്ട്. ഹൈലി റിഗാർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ സാധ്യത അവിടെയുണ്ട്. സോ ഹി ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ സ്ട്രോങ് കാൻഡിഡേറ്റ്. അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് പരിശീലക സ്ഥാനത്തേക്കുള്ളൊരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആയിട്ട് വേണം കാണാനെന്നും മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്തു. നിലവിൽ USMNTയുടെ കോച്ചാണ് അദ്ദേഹം. ആ ടീമിൻ്റെ വേൾഡ് കപ്പിലെ മുന്നേറ്റം എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. വേൾഡ് കപ്പിന് ശേഷം കോച്ച് അവിടെ തുടരാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ റയലിൻ്റെ കോച്ചായി കാണുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.